ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്നേ എവിടെയാണുള്ളത് അറിയാമോ? ചെങ്കൽ ശിവമഹേശ്വരം ക്ഷേത്രത്തിലാണ്. ഇന്ന് ശിവഭഗവാനെ ഞാൻ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും എൻ്റെ ബ്ലോഗിലൂടെ ഈ ശിവഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യണം. നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോവാം. എല്ലാവരും വരിക കേട്ടോ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രമാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തോട്ടാണ് നടന്നു പോകുന്നത് കേട്ടോ. പിന്നെ എന്റെ കയ്യിരിക്കുന്ന പൂവ് ഒരു ചേട്ടൻ തന്നു വിട്ടതാണ്. ഈ ക്ഷേത്രത്തില് ഇവിടെ കൊടുക്കാൻ പറഞ്ഞ് പുള്ളിക്ക് വരാൻ പറ്റില്ല, ഇവിടെ ഒന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അടുത്ത് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് എത്തി. ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടില് ഒരു വലിയ നന്ദിയുടെ പ്രതിമ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ഗജവീരന്മാരും തലയെടുപ്പോടുകൂടെ ഇവിടെ നിൽക്കുകയാണ് നമ്മളെ സ്വീകരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പോവുകയാണ്. മഹാദേവനോടൊപ്പം പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒരുമിച്ച് ഉള്ളതിനാൽ ശിവകുടുംബമായും ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. കൊടിമരത്തിന് വലം വെച്ചതിന് ശേഷം വലിയ പുരയ്ക്കൽ അകത്ത് കടക്കുമ്പോൾ വിശാലമായ ചുറ്റമ്പലം കേട്ടോ. അതിനകത്തോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ക്യാമറ അലോഡല്ല. ഞാൻ മാത്രമാണ് അകത്ത് കയറിപ്പോയത്. അപ്പൊ 70 തൂണുകളോട് കൂടിയ ഒരു നമസ്കാര മണ്ഡപം കാണാം ഇതിനകത്ത്. മനസ്സിന് കുളിർമേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ കേട്ടോ. ക്യാമറയിൽ പകർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ക്യാമറ ഞാനകത്ത് കൊണ്ടുപോകാത്തത്. ഈ ക്ഷേത്രത്തിലെ 4 കവാടങ്ങളുണ്ട് കേട്ടോ. അതിന് മുകളിൽ ഓരോ ഗോപുരങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്ത് പറയാനെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് തോന്നിയത്. ഓരോയിടത്തും ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. എനിക്ക് എൻ്റെ വീട്ടിനടുത്തായിട്ട് പോലും ഞാൻ ഇതുവരെയും വന്നിട്ടില്ല. ഇനി നമുക്ക് ശിവലിംഗം കാണാൻ പോകാം. അത് കുറച്ചു ദൂരം പോകുമ്പോൾ തന്നെ ശിവലിംഗം കാണാൻ നമുക്ക് സാധിക്കും. ലോകത്തിലെ ഏറ്റവും 2ാമത്തെ വലിയ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. 111.2 അടിയുള്ള ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. ഏഷ്യ ഓഫ് റെക്കോർഡ്സിലും ലിംഗ് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ച ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവപാർവതി ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ശിവലിംഗം കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത കുളിർമയാണ്. എനിക്കെന്തോ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പിന്നെ ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് ലീവ് അല്ലാത്തത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നല്ല സമാധാനത്തോടെ എല്ലായിടം കാണാനും നന്നായിട്ട് ആസ്വദിക്കാനും എനിക്ക് പറ്റി. ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. പിന്നെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ അധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികളാണ് ഈ ക്ഷേത്രവും ശിവലിംഗവും ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവർത്തനം പറഞ്ഞു തരാൻ അറിയില്ല. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനും ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വലുതായിട്ടുള്ള അറിവുകളൊന്നുമില്ല. എനിക്ക് എന്തായാലും ഇവിടെ വളരെ ഇഷ്ടപ്പെട്ട് ഒരിക്കൽ മാത്രമല്ല ഇനിയും ഇടയ്ക്ക് വന്നു പോകണം തന്നെയാണ് മനസ്സിനാഗ്രഹം. സ്വാമിജിയുടെ ചെറുപ്പകാലം മുതൽക്കേ തന്നെ പൂജാതി കാര്യങ്ങളിലും ധ്യാനാദി മാർഗങ്ങളിലും അതീവ തൽപരനായിരുന്നു. ബാലനായിരിക്കുമ്പോൾ തന്നെ വീടിന്റെ കന്നിമൂലയിൽ ദാനനിഷ്ഠനായിരിക്കുക പതിവായിരുന്നു. അങ്ങനെ ആ ഭാഗത്ത് ക്രമേണ പുറ്റ് വളരുകയും അത് കണ്ട് ഭയപ്പെട്ട മാതാപിതാക്കൾ ആ പുറ്റ് പല പ്രാവശ്യം നശിപ്പിച്ചു കളഞ്ഞു. നശിപ്പിച്ചതിന് ശേഷം പുറത്തു നിന്നൊരാളും വന്ന് ആ പുറ്റ് നശിപ്പിച്ചപ്പോഴാണ് ഒരു സർപ്പത്തെ കാണുകയും പിന്നെ മാതാപിതാക്കൾ ഭയഭക്തിയോടുകൂടി ആ ബാലന് പൂജയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തെന്നാണ് ഇത് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കുറേ ദൂരം നടന്ന് ഒരു 2 അടി വെച്ചപ്പോഴ് ഗണപതി ആരാധിക്കുന്ന ഒരു ഇതാണ് ഇവിടെ. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. അപ്പോൾ എനിക്കറിയില്ല അതിനകത്തോട്ട് ക്യാമറ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് ഇവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, കാരണം അവിടെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ അവിടെ എന്തൊക്കെയാണെന്ന്. അപ്പൊ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മുടെ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നി.
കാരണം അവിടേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പോയി ഇപ്പം ആരോടും ചോദിക്കാതെ നമ്മൾ അതിനകത്ത് കയറി വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കയറി. അപ്പോൾ അതിന് ഒത്തിരി ഗണപതി വിഗ്രഹങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു അനുഭവം തന്നെയാണ്, സത്യം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കും എൻ്റെ മനസ്സിന് ഒരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ്. അതിനകത്തുള്ളതൊന്നും പുറത്ത് വീഡിയോ എടുത്തിടാൻ പറ്റില്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എങ്കിലും അതിനകത്തുള്ള കാഴ്ചകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ കുളിർമയേകുന്ന ഒന്ന് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ നേർച്ചയ്ക്ക് ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അകത്ത് കയറിയപ്പോൾ ചേട്ടന് എന്നോട് ചോദിച്ചു, പ്രസാദം തന്നാൽ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ ചേട്ടാ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ പ്രസാദം തന്നു, നെറ്റിയിൽ തൊടാൻ പറഞ്ഞു. ഞാൻ നെറ്റിയിൽ തൊട്ടും കൊണ്ടും അപ്പോഴും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ തന്ന പ്രസാദത്തെ ഭയഭക്തിയോട് കൂടെ തന്നെയാണ് വാങ്ങിയത്. അതിൽ വളരെ സന്തോഷം തോന്നി. നെറ്റിയിൽ തൊട്ടതിന് ശേഷം പിന്നെ ഞാൻ അവിടെ കൗണ്ടറിൽ വന്ന് അവിടുത്തെ അരവണ്ണ പായസവും ഉണ്ണിയപ്പം നേദിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ് അത് വാങ്ങി അവിടെ തന്നെ വെച്ചു, ഞാൻ പോകാൻ നേരത്ത് എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അടുത്ത സ്ഥലം കാണാൻ വന്നു. തൊട്ടടുത്ത് തന്നെയാണ് ഗണപതിയുടെ വിഗ്രഹം തന്നെയാണ് അവിടെയും ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടെ വന്നപ്പോഴും ഞാൻ അവിടെ ഒരു ആന്റിയെ കണ്ടു, പരിചയപ്പെട്ടു. ആന്റി പറഞ്ഞു എന്നോട്, ഇവിടെ തിരി കത്തിക്കും മോളെ, എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് മാറിക്കിട്ടും, തിരി കത്തിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട ആന്റി എന്ന് പറഞ്ഞെങ്കിൽ ആന്റി എന്നെ വിട്ടില്ല. പള്ളിയിലാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതെ. അപ്പോൾ ഞങ്ങൾ വന്ന് പള്ളിയിൽ വന്ന് ഞങ്ങൾ മെഴുകുതിരി കത്തിക്കുന്നതോ അങ്ങനെയൊന്നും മോള് വിചാരിക്കേണ്ട, ഒരു തിരി കത്തിച്ചേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല ആന്റി, എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആന്റി പറഞ്ഞ് ഞാൻ പറഞ്ഞു തന്നോളാം, മോളൊന്ന് കത്തിക്കേന്ന് പറഞ്ഞ് എൻ്റെ ഒപ്പം നിൽക്കുകയും ആന്റിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ തിരികെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് ആന്റിയോട് കുശലങ്ങൾ ചോദിക്കുക, ആന്റി എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയും ആന്റിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 5 മിനിറ്റോളം ആന്റി ഞാനുമായിട്ട് സംസാരിച്ചു കേട്ടോ. തിരിയൊക്കെ ഞാൻ കത്തിച്ചു. ആന്റി പറഞ്ഞ രീതിയൊക്കെ തന്നെ. എനിക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എങ്കിലും കത്തിച്ചടുത്ത് ഞാൻ ഈ നമ്മുടെ ഈ ക്ഷേത്രമാണെങ്കിലേ കൃഷ്ണശിലകൾ കൊണ്ടും തടികൾ കൊണ്ടും പരമ്പരാഗത കേരള വാസ്തുവിദ്യ പ്രകാരം അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ഓരോ ഐതിഹ്യങ്ങളും ഉള്ളതാണ്. ഇനി നമുക്ക് ശിവലിംഗം കാണാൻ പോണം. ശിവലിംഗം കാണാൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറേണ്ടതുണ്ട്. അപ്പോൾ 7 ചക്രം എന്നാ പറയുന്നതിൽ നമുക്ക് അതിനകത്ത് കയറണമെങ്കിൽ ടോക്കൺ എടുക്കണം. ഒരാൾക്ക് 100 രൂപ വെച്ച്. അപ്പൊ ടോക്കൺ എടുക്കണമെങ്കിൽ കുറച്ച് നമ്മൾ ആദ്യം കയറി വന്നില്ലേ, ആ ഫ്രണ്ടിൽ തന്നെയാണ് ടോക്കൺ എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അത് അതിനകത്ത് കയറി കണ്ടതിൽ വളരെ സന്തോഷം. നല്ല സത്യം പറഞ്ഞാൽ അതിനകത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ തോന്നുകയാണെങ്കിൽ വരിക എന്ന് തന്നെയാണ് ഞാൻ പറയേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഞാൻ ഈ പറയുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ. അടുത്ത് ഞാൻ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്, കൗണ്ടറിലോട്ട് പോവുകയാണ്. അവിടെ പോയി നമുക്ക് ആ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. എടുത്തിട്ട് നമുക്ക് താഴെ പോയി, താഴെ മൊബൈലൊന്നും അലോഡല്ല. നമുക്ക് അതിനകത്ത് കയറാൻ നേരത്ത് അവിടെ മൊബൈലൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. മൊബൈലും ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. ഞാൻ എന്തായാലും ഇവിടുത്തെ ചേട്ടന്മാരോടെയൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലാക്കി എടുത്തു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ടും അവർ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ അറിയില്ല. കുറച്ചൊക്കെ എനിക്ക് അറിയില്ല. ആദ്യമായിട്ട് ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ. കണ്ടോ ഈ ശിവലിംഗം കണ്ടോ നിങ്ങൾ? എനിക്ക് സത്യം പറയാമെങ്കിൽ വീണ്ടും വീണ്ടും വരണമെന്നുള്ളൊരു മനസ്സിനൊരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. എന്തായാലും ഞാൻ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ താഴോട്ട് പോവുകയാണ്. അപ്പൊ ഈ ശിവലിംഗത്തിന് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഒരു 7 ചക്രം ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ 6 ചക്രത്തിലും അപ്പോൾ ഈ കൂടെ പറയാനായിട്ട് ഒരു സ്വാമിജിയും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഓരോ ഇടത്തും വന്ന് ഓരോ കാര്യങ്ങളും അതിന്റെ വിവർത്തനങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതെനിക്ക് നിങ്ങളോട് പറയാൻ അറിയില്ല.
അറിയില്ല. അപ്പോൾ ഓം നമശിവായ എന്ന് പറഞ്ഞ് തന്നെയാണ് ഓരോ കവാടത്തിൽ നിന്നും തുടങ്ങി അങ്ങനെ പോകുന്നത്. എന്തായാലും എൻ്റെ ഫാമിലിയെ കൊണ്ട് ഒരിക്കൽ ഇവിടെ വരണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ആ കവാടത്തിൽ കയറിയപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക അനുഭൂതി തോന്നുന്നത് കേട്ടോ. 111.2 ഉയരമുള്ള ഒരു ശിവലിംഗമാണ്. ആ ശിവലിംഗത്തിന്റെ ഓരോ ചക്രത്തിലും നമുക്ക് കയറുമ്പോൾ 7 ചക്രം ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏഴാമത്തെ ചക്രമാണ് ശിവലോകം എന്ന് പറയുന്നത്. അതൊരു ശിവലോകം തന്നെയാണ്. സത്യം പറയാമെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ കയറി കാണുക, ഇത് കണ്ടിട്ടേ പോകാവൂ. ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ ഈ ശിവലിംഗത്തിൽ കയറിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരെ ഓർത്ത് എൻ്റെ ഫാമിലിയെ എപ്പോഴെങ്കിലും കൊണ്ടുവരണമെന്ന് ഞാൻ അതിഥിയായി ആഗ്രഹിച്ച്. ഇത് നമ്മുടെ കൂടെ ഒരു സ്വാമിജി ഉണ്ട് കേട്ടോ, വന്ന് അതിന്റെ വിവർത്തനങ്ങളൊക്കെ പറഞ്ഞു തരാൻ വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കയറി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വിവർത്തിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഷ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പൊ വിദേശീയർ വന്നാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനും അവിടെ സ്വാമിജിമാരുണ്ട്. അപ്പൊ ആദ്യം വിദേശീയർ വന്ന് അവരെ ആദ്യം കടത്തി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ കുറച്ച് പേര് പിന്നെ രണ്ടാമത് പോയത്. പിന്നെ ഇവിടുത്തെ ചേട്ടന്മാരോടൊക്കെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ തിരക്കി. ഇവിടെ എന്തൊക്കെയാണ് ഏതാണ് കാര്യങ്ങളെന്നൊക്കെ ഒരുപാട് പേര് അവർ പറഞ്ഞു തന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു. ഇവിടെ പിന്നെ കടകളൊക്കെ ഉണ്ട് കാണാൻ. എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ വന്ന് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഭയഭക്തിയോടുകൂടെ നല്ലൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഞാനിനി വീണ്ടും എനിക്ക് വരണമെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അടുത്ത് ഞാൻ പുതിയ വിശേഷമായി നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഞാൻ ഇനി എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്.